പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തനിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. പരിശുദ്ധ 3 നോമ്പ് 2, 3, 4 കാര്യങ്ങൾ കൊണ്ട് പ്രധാനമാണ്. ഒന്നാമത്, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു പ്രതിസന്ധി വന്ന സന്ദർഭത്തിൽ ക്രിസ്തീയ സമൂഹം മുഴുവനും കൂടെ 3 ദിവസം കഠിനമായ ഉപവാസവും നോമ്പും വ്രതനിഷ്ഠയും അനുഷ്ഠിച്ച് ദൈവത്തിന്റെ ഇടപെടൽ രുചിച്ചറിഞ്ഞ ഒരു വലിയ നിഷ്ഠയാണ്, അനുഷ്ഠാനമാണ്. ജീവിതത്തിൽ പ്രതിസന്ധി വരുന്ന സന്ദർഭത്തിൽ നോമ്പും ഉപവാസവും വ്രതനിഷ്ഠയോടെ നോക്കി ദൈവത്തെ നമ്മളുടെ നടുവിലേക്ക് കൊണ്ടുവരുന്നതിന് സാധിക്കുമെന്നുള്ള അനുഭവ പാഠമാണ് 3 നോമ്പ് നമുക്ക് പ്രത്യേകമായി സവിശേഷമായി നൽകുന്നത്. ആയതിനാൽ ഇന്ന് ലോകത്ത് എമ്പാടുമുള്ള പുരാതന ക്രൈസ്തവ സഭകളിൽ പല സഭകളും ഈ 3 ദിവസത്തെ നോമ്പ് വ്രതനിഷ്ഠയോടെ നോക്കുന്നുണ്ട്. നമുക്കും അത് അനുഭവമാകുവാൻ ഒരുക്കത്തോടെ ഈ നോമ്പ് നോക്കാം. വിശുദ്ധ 3 നോമ്പിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രാധാന്യം, വിശുദ്ധ 3 നോമ്പ് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനുള്ള സന്ദർഭമാണ്. വിശുദ്ധ യോന പ്രവാചകൻ എഴുതിയ യോനായുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കുന്നു: ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എന്റെ നിലവിളി കേട്ടു. ഇവിടെ ആവർത്തിച്ചു പറയുന്ന വാക്കാണ് നിലവിളി. ഞാൻ യഹോവയോട് നിലവിളിച്ചു, അയ്യം വിളിച്ചു, യഹോവ എന്റെ നിലവിളി കേട്ടു എന്ന വലിയ സാക്ഷ്യം. നിലവിളിക്കുക, കരഞ്ഞു വിളിച്ചു പ്രാർത്ഥിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ജീവിതത്തിൽ വന്നുപോയ പിന്മാറ്റത്തെ ഓർത്ത് ദൈവതിരുസന്നിധിയിൽ അനുതാപത്തോട് കണ്ണുനീർ പൊഴിച്ച് നിലവിളിച്ച് ദൈവത്തോട് അപേക്ഷിക്കുന്ന പാഠം യോന നമുക്ക് നൽകുന്നു. അങ്ങനെ നിലവിളിച്ച് അയ്യം വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവൻ എൻ്റെ നിലവിളി കേട്ടു, എനിക്ക് ഉത്തരമരുളിയെന്ന് യോന തന്റെ ജീവിത സാക്ഷ്യം കുറിക്കുന്നു ഈ വേദഭാഗത്തെ. ഇന്ന് മനുഷ്യന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി അവന് അനുതാപത്തിന്റെ കണ്ണുനീരില്ല എന്നുള്ളതാണ്. പാപത്തെ ഓർത്ത് ദുഃഖിക്കുക, നിലവിളിക്കുക. നുറുങ്ങിയ ഹൃദയം ദൈവം നിരസിക്കുന്നില്ല എന്ന് 51-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സന്ദർഭമാണ് 3 നോമ്പ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പാപബോധം നഷ്ടപ്പെട്ട ഒരു തലമുറയെ നമുക്ക് ചുറ്റും കാണാനാവും. ജീവിതത്തിൽ അപകടം വരുമ്പോൾ, നഷ്ടം വരുമ്പോൾ, അത്യാഹിതം വന്ന് സംഭവിക്കുമ്പോൾ, രോഗം വരുമ്പോൾ, സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ, മാനം നഷ്ടപ്പെടുമ്പോൾ, ജീവിതത്തിന്റെ എല്ലാ വഴികളും അടയ്ക്കപ്പെട്ടു എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ മനുഷ്യർ കരഞ്ഞു എന്ന് വരാം. എന്നാൽ സ്വന്തം പിന്മാറ്റത്തെ ഓർത്ത്, പാപത്തെ ഓർത്ത് എത്ര പേർക്ക് ഇന്ന് കണ്ണുനീരുണ്ടാവുന്നുണ്ട്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം പാപം എന്താണെന്ന് തിരിച്ചറിയുവാൻ പാടില്ലാതെ വണ്ണം തിന്മയോട് പൊരുത്തപ്പെട്ട് പോകുന്നു എന്നുള്ളതല്ലേ. നന്മതിന്മകളെയും സത്യാസത്യങ്ങളെയും നിത്യാനിത്യങ്ങളെയും വിവേചിച്ചറിയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ കൃപയാണ്. ആ കൃപ നമുക്ക് വീണ്ടെടുക്കുവാൻ ഈ നോമ്പും ഉപവാസവും ഈ 3 ദിവസം നാം നിഷ്ഠയോടെ അനുഷ്ഠിച്ച് ദൈവത്തോട് അടുത്തു ചെല്ലണം എന്ന് ഈ 3 നോമ്പിന്റെ അവസരം സഭ നമ്മളോട് ആവശ്യപ്പെടുന്നു. പാപം എന്തെന്ന് തിരിച്ചറിയുവാനുള്ള കൽപ്പ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വലിയ കൃപാവരമാണ്. ജീവിതത്തിൽ അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും മാത്രമല്ല, പിന്നെയോ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു, അകന്നു പോയിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഒരു വലിയ ആധ്യാത്മികമായ വളർച്ചയാണ്. ഈ 3 നോമ്പ് ദൈവത്തോടെ കണ്ണുനീരൊഴുക്കി നിലവിളിച്ചു പ്രാർത്ഥിച്ച് യഥാസ്ഥാനപ്പെടുവാനുള്ള, മാനസാന്തരപ്പെടുവാനുള്ള സന്ദർഭമാകുന്നു. മൂന്നാമത്, ഇത് ഒരു ദിശാബോധം വീണ്ടും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സന്ദർഭമായി ഇതിനെ നാം കാണണം. യോനായുടെ അനുഭവം നോക്കൂ. നിനിവയിലേക്ക് പോകുവാനായിരുന്നു ദൈവത്തിന്റെ കൽപ്പന. എന്നാൽ യോന എതിർദിശയിലേക്കാണ് യാത്രയായത്. ദൈവത്തിൽ നിന്ന് ഒളിച്ചോടി
ദൈവം നൽകിയ ദൗത്യബോധം നിസ്സാരമാക്കി ദൈവം കൽപ്പിച്ചയച്ച ആ ദിശയിൽ നിന്നും വിപരീത ദിശയിലേക്കുള്ള ഒരു ഓട്ടമായിരുന്നു, ഒളിച്ചോട്ടമായിരുന്നു യോനയുടേത്. അവസാനം ഒരു റീഓറിയന്റേഷൻ ഉണ്ടാവുകയാണ്. യഹോവ കൽപ്പിച്ച നിനുവ നഗരത്തിലേക്ക് തന്നെ പോകുവാൻ യോന തീരുമാനമെടുത്ത സന്ദർഭത്തിലാണ് അയാളുടെ ജീവിതം ദൈവോന്മുഖമായി തീർന്നത് എന്ന് നാം കാണുന്നു. ഒരു പുതിയ ദിശാബോധത്തിൽ ദൈവം നമുക്ക് കാണിച്ചു തരുന്ന വഴിയിലൂടെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഒരു റീഓറിയന്റേഷൻ, സമഗ്രമായ ഒരു പുതിയ ദിശാബോധം വീണ്ടെടുക്കുവാൻ ഈ നോമ്പ് ഉപകരിക്കേണ്ടത് ആവശ്യമുണ്ട്. നാലാമത്, യോനായുടെ അനുഭവം തന്നെ നാം എടുക്കുന്ന സന്ദർഭത്തിൽ അവിടെ പ്രത്യേകമായി നാം കാണുന്ന ഒരു കാര്യം, 1-ാം അധ്യായം, യോനായുടെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ, എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീഷിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്ന് തർശീഷിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീഷിലേക്ക് പൊയ്ക്കളവാൻ അതിൽ കയറി. ഈ 3-ാം വാക്യത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് എന്ന് ആവർത്തിച്ച് 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. യഹോവയുടെ സന്നിധി എന്ന വാക്ക് ഗ്രീക്ക് മൂലത്തിൽ നിന്ന് നോക്കുന്ന സന്ദർഭത്തിൽ യഹോവയുടെ തിരുമുഖത്തു നിന്ന് എന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് തർജ്ജമ ചെയ്യാൻ സാധിക്കും. യഹോവയുടെ സന്നിധിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യഹോവയ്ക്ക് അഭിമുഖമായി നിന്ന യോന യഹോവയുടെ മുഖത്തുനിന്ന് തന്റെ മുഖത്തെ തിരിച്ച് എതിർദിശയിലേക്ക് പുറംതിരിഞ്ഞ് യാത്രയാവുന്നു എന്ന് നമ്മുടെ ആ ഒരു ചിത്രം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. ഇത് വളരെ പ്രതീകാത്മകമായ ഒരർത്ഥം നമുക്ക് തരുന്നുണ്ട്. വിശുദ്ധ 3 നോമ്പ് 5-ാമതായി നമുക്ക് നൽകുന്ന സന്ദേശം, നാം ശുദ്ധീകരണത്തിൽ നമ്മുടെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തണം എന്നാകുന്നു. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തെസലോന്യർക്ക് എഴുതുന്ന 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മളുടെ ശുദ്ധീകരണം തന്നെ. അതുപോലെ തന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്നും എഴുതിയിരിക്കുന്നു. ദൈവ തിരുസന്നിധിയിൽ നമ്മളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനുള്ള ഒരവസരമാണ് വിശുദ്ധ നോമ്പ്, 3 നോമ്പ് പ്രത്യേകിച്ചും എന്ന് നാം തിരിച്ചറിഞ്ഞ് നമ്മളുടെ ജീവിതത്തെ ശുദ്ധീകരണത്തിൽ ക്രമീകരിക്കണം. തെസലോന്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് പറയുന്നതിൽ ഒരു പ്രത്യേക പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയും. ഗ്രീസിലെ ഒരു പട്ടണമായിരുന്നു തെസലോനിക്കയിൽ സാധാരണ ആളുകൾ ലോകത്തിലൂന്നിയ ഒരു ജീവിതക്രമമാണ് സ്വീകരിച്ചു പോകുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നത് സുവിശേഷത്തിന് അനുസരണമായ, സുവിശേഷത്തിന് വിഹിതമായ ഒരു ജീവിതക്രമം, ശുദ്ധീകരണത്തിന്റെ വഴി നമുക്കുണ്ടാവണം എന്നാകുന്നു. തെസലോനിക്ക പോലെയുള്ള ഒരു യവനായ ഗ്രീക്ക് പട്ടണം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജഡാഭിലാഷത്തിന് പ്രാധാന്യം കൊടുത്തു വന്നിരുന്ന പട്ടണങ്ങളിൽ ഒന്നായിരുന്നു. ധാർമ്മികമായ നില വളരെ പുറകോട്ടായിരുന്നു. അതിന്റെ ഫലമായി കുടുംബബന്ധങ്ങൾ ദൃഢതരമായിരുന്നില്ല. എവിടെ ധാർമ്മികത നഷ്ടപ്പെടുന്നുവോ, എവിടെ വ്യക്തിജീവിതത്തിലെ വിശുദ്ധി കൈമോശം വന്നു പോകുമോ, അവിടെ കുടുംബബന്ധം ദൃഢതരമല്ലാതെ പോകും, കുടുംബബന്ധം അകന്നുപോകും എന്ന് നാം കാണുന്നുണ്ട്. ഇന്ന് യോനായുടെ പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ അടിവരയിട്ട് പറയുന്നത് കുടുംബമായി ആബാലവൃദ്ധം, കുഞ്ഞുങ്ങളും വൃദ്ധരും ചേർന്ന് എല്ലാവരും ആ നോമ്പ് നോറ്റു എന്ന് കാണുന്നുണ്ട്. നോമ്പ് ഒരു കുടുംബം എന്ന നിലയിലും കൂടെ നോമ്പ് നോക്കണം എന്ന സൂചനയാണ് 3 നോമ്പ് നമുക്ക് നൽകുന്നത്. അങ്ങനെ ഒരു വ്യക്തിപരമായ ശുദ്ധീകരണം മാത്രമല്ല, കുടുംബത്തിന്റെ ശുദ്ധീകരണം കുടുംബത്തിന്റെ നവീകരണത്തിലേക്കും കുടുംബ ഭദ്രതയിലേക്കും നമ്മെ നയിക്കും എന്ന പാഠം കൂടെ നമ്മൾ ഈ 3 നോമ്പിന്റെ സന്ദർഭം ഉൾക്കൊള്ളുകയാണ്. അപ്പനും അമ്മയും
തീരുമാനമെടുക്കണം. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും കൂടെ തീരുമാനമെടുക്കണം. നമുക്ക് ഈ നോമ്പ് നോക്കണം. 3 നോമ്പ് മാത്രമല്ല, സഭ നിശ്ചയിച്ചിരിക്കുന്ന നോമ്പുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കുടുംബമായി വന്ന് നമുക്കൊന്നിച്ച് ഈ നോമ്പ് നോക്കണം. വന്നുപോയ പിഴവുകളും പാപങ്ങളും പോരായ്മകളും പരിഹരിച്ച് ദൈവാഭിമുഖമായ ഒരു ജീവിത ക്രമത്തിൽ നമ്മളുടെ ജീവിതത്തെ കുടുംബമായി പുതുക്കണം എന്ന ഒരു തീരുമാനം നമുക്ക് എടുക്കുവാൻ കഴിയുമെങ്കിൽ, കുടുംബമായി എടുക്കുവാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ കാൽവയ്പാണ്. ഏകതയിലേക്കുള്ള കാൽവയ്പ്, കുടുംബ ഭദ്രതയിലേക്കുള്ള കാൽവയ്പ്, കുടുംബത്തിന്റെ ശുദ്ധീകരണത്തിലേക്കും നവീകരണത്തിലേക്കുമുള്ള ചുവടുവയ്പ്. ഈ 3 നോമ്പിന്റെ സന്ദർഭം അങ്ങനെ വ്യക്തിപരമായും കുടുംബമായും നോമ്പ് നോറ്റ് ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ, ദൈവത്തിങ്കിലേക്ക് യഥാസ്ഥാനപ്പെടുവാൻ, നമ്മളുടെ ജീവിതത്തെ വീണ്ടും ഒരു പുതിയ ദിശയിൽ ഉറപ്പിക്കുവാൻ, ശുദ്ധീകരണത്തിൽ നമ്മളുടെ കുടുംബജീവിതത്തെ ഭദ്രമാക്കുവാൻ നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.